എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വെങ്കടേശ്വര റെഡ്ഡി. പുനർജൻ ആയുർവേദത്തിൽ നിന്ന് സംസാരിക്കുന്നു. ക്യാൻസർ രോഗചികിത്സയിൽ പുനർജൻ ആയുർവേദം വർഷങ്ങളായി അനുഭവം നേടിവരുന്നു. ഈ 10 വർഷത്തില് എത്രയോ ക്യാൻസർ ബാധിച്ചവർക്ക് നല്ല ചികിത്സ നൽകി വരുന്നത് മൂലം പുനർജൻ ആയുർവേദം മുൻനിരയിലുണ്ട്. പുനർജൻ ആയുർവേദം രസായന ആയുർവേദം മൂലം ചികിത്സ ചെയ്ത് ഭേദമായി വരുന്നു. ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്ന ഈ ക്യാൻസർ രോഗത്തെ തടയുവാനുള്ള ചികിത്സ നൽകുന്നു. ഇപ്പോഴുള്ള രോഗങ്ങളിൽ ക്യാൻസർ രോഗം വളരെ അപകടം പിടിച്ചതാണ്. ഈ രോഗത്തിനായി പല വർഷങ്ങളായി പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആ രോഗം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാനേ സാധിച്ചിട്ടില്ല. ഈ രോഗം ബാധിച്ചവർക്കുള്ള ചികിത്സാ രീതികളും വളരെ കുറവാണെന്നും. അപ്പോഴും സക്സസ് റേറ്റ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. പക്ഷേ ആയുർവേദത്തിൽ ക്യാൻസർ രോഗത്തിന് ഇന്ന് മികച്ച ചികിത്സാ രീതി ലഭ്യമാണ്. രോഗപ്രതിരോധ ശക്തിക്ക് അടിസ്ഥാനപരമായ ചികിത്സ മൂലം ക്യാൻസർ രോഗത്തിൽ നിന്ന് മുഴുവനായി മോചനം ലഭിക്കുന്നുണ്ട്. കൂടാതെ നല്ല ഫലവും കാഴ്ചവെക്കുന്നു നമ്മുടെ പുനർജൻ ആയുർവേദം. ക്യാൻസർ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നു പുനർജൻ ആയുർവേദ. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ക്യാൻസർ രോഗത്തെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നു. ഈ വീഡിയോയിൽ സ്കിൻ ക്യാൻസറിനെ സംബന്ധിച്ച് മുഴുവനായിട്ടുള്ള വിവരങ്ങൾ അറിയാം. ത്വക്ക് സംബന്ധമായ ക്യാൻസറിനെ മെലനോമ ക്യാൻസർ എന്ന് പറയപ്പെടുന്നു. ത്വക്കിലുള്ള മെലനിൻ എന്ന് പറയുന്ന ഹോർമോൺ കാരണമാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത്. ഈ മെലാനിൻ എന്ന് പറയുന്ന ഹോർമോൺ ത്വക്കിന് തക്കതായ നിറം നൽകുന്നു. ചില സമയങ്ങളിൽ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ മൂലം ഈ മെലനിൻ മെലനോമായി മാറാൻ തുടങ്ങും. ഇത് കാരണമാണ് ത്വക്കിൽ ക്യാൻസർ രോഗം ബാധിക്കുന്നത്. ചില പേർക്ക് മറുകുകൾ പോലും ക്യാൻസറായി മാറാൻ സാധ്യതയുണ്ട്. മെലനോമയിൽ 3 വിഭാഗങ്ങളുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. ആദ്യമായി മാലിഗ്നന്റ് മെലനോമ, രണ്ടാമതായി ബാസൽ സെൽ കാസനോമ, ഇത് അധികമായി തലയിലാണ് കാണുന്നത്. മൂന്നാമതായി സ്ക്വാമസ് സെൽ കാസിനോമ. മെലനോമയെ നിസ്സാരമായി കണ്ട് നമ്മൾ അവഗണിച്ചാൽ അത് പെരുകി ചർമ്മത്തിൽ തടിപ്പായി വരും. പിന്നെ ഈ ക്യാൻസർ സെല്ലുകൾ രക്തത്തിൽ കലരാനും സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ സ്കിൻ ക്യാൻസറിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഇപ്പോൾ നോക്കാം. ചില ജീവിത സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ മെലനോമ ക്യാൻസറിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. സാധാരണ നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെ മറുകുകൾ കാണും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ചെറിയ മറുകുകളിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ചില സാഹചര്യങ്ങളിൽ സ്കിൻ ക്യാൻസറിന് ഇൻഡിക്കേഷനായി മാറാനുള്ള സാധ്യതയുണ്ട്. ഈ മറുകുകളിൽ ഇടയ്ക്കിടെ ചൊറിച്ചിലുണ്ടാവുന്നത്, പിന്നെ കറുത്ത നിറം കൂടുന്നത്, മറുകുകളുടെ വലിപ്പം കൂടുന്നത്, മറുക് പുണ്ണായി മാറുന്നത്, ഈ മറുകുകളിൽ നിന്ന് രക്തം വരുന്നത്, മറുകുണ്ടാകുന്ന സ്ഥലത്ത് മുഴ വരുന്നത്, ഈ മറുകിന് മേലെ മുടി കൊഴിയുന്നത്, അതേപോലെ കാലിൻ്റെ കീഴ്ഭാഗത്തായി മറുക് വന്ന് പിന്നെ അതിൽ വേദനയുണ്ടാവുന്നത്, ഇതുപോലുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ മറുക് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കൂടാതെ ശരീരത്തിൽ എവിടെയെങ്കിലും പുതിയതായി മറുക് വന്നാൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഉടനെ ഡോക്ടറെ പോയി കണ്ട് അതിനുവേണ്ടി ടെസ്റ്റുകൾ എടുക്കണം. ഒരുപക്ഷെ ഈ മറുകുകൾ പുതിയതായി ഉണ്ടായ മറുകുകൾ മെലനോനിൻ ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറഞ്ഞ പോലെ മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്.